ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിലുമ്പപ്പുളി അച്ചാർ. തിരുവനന്തപുരത്ത് പുളിഞ്ചിക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് കടുക് ഇടുന്നു. കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഉലുവ ഇടും. ഉലുവയും കടുകൊക്കെ ഇടുമ്പോൾ കയ്യിൽ വീഴാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും മുളകും കൂടെ അതിനകത്ത് ഇട്ടുന്നു. അത് ഉമ്മ അരിഞ്ഞു തന്നത്. അത് നല്ലപോലെ അതിനകത്ത് കിടന്ന് വരളുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇടുന്നത് കറിവേപ്പില ഇടാൻ പോവുകയാണ്. കറിവേപ്പില നമുക്ക് ആവശ്യമുള്ളത്ര ഇടാം. നമുക്ക് ഇച്ചിരി ഇട്ടുള്ളതേ ഉള്ളൂ. കറിവേപ്പില വിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉലുവ അരച്ച് വെച്ചിരുന്ന് അതും അതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് കായമാണ്. ഫ്രണ്ട്സ്, ഞാനോർത്ത് കായ ഇങ്ങനെ ചുമ്മാ ഇട്ടാൽ മതിയായിരിക്കുന്നു. പക്ഷെ ഞാൻ ലാസ്റ്റ് നെക്കേണ്ടതൊക്കെ വന്ന് പിന്നെ കായ വിട്ട് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ലപോലെ അതൊക്കെ ഒരു കളറ് ചേഞ്ച് ആകുന്നത് വരെ ഇളക്കണം. അത് കഴിഞ്ഞ് 1.5 സ്പൂൺ മുളക് പൊടി ഇടണം. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യണം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയെ പിന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മൾ ഇടുന്നത് അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടി നമുക്ക് ആവശ്യമുള്ള അത്ര ഇടാം. നമ്മളെ ആവശ്യത്തിനുള്ള അത്രയേ എടുത്തിട്ടുള്ളൂ. അച്ചാർ പൊടി ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും അച്ചാറിൻ്റെ പൊടിയും എല്ലാം പറ്റണം. എന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കല്ലാരും കേട്ടോ. പിന്നെ നമ്മളത് വെച്ചിട്ട് നമ്മൾ ഉപ്പ് ഒഴിക്കുകയാണ്. ഉപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പ് വെള്ളം ഒഴിക്കുന്നു. പിന്നെ നമ്മുടെ പുളിഞ്ചിക്കയിൽ കുറച്ച് ആസിഡുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ വിനാഗിർ ഒഴിക്കാതെ വെള്ളമാണ് ഒഴിക്കുന്നത്. കൂടുതൽ ആസിഡായ വയറുവേദന എടുക്കും. പിന്നെ ഉമ്മ കഴിക്കാനും തരൂല കുറേ ഒന്നും. അതുകൊണ്ട് നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച പുളിഞ്ചിക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം നമ്മൾ അത് നല്ല പോലെ ഇളക്കണം. അടിയിൽ കിടക്കുന്ന ആ മസാലകളെല്ലാം മുകളിൽ വന്ന് ഫുള്ള് നിറഞ്ഞ് ഇളക്കി അതൊരു തിളച്ച് വരുന്നൊരു രൂപമാകുമ്പം അത് അങ്ങ് മൂടി വെച്ചേക്കുക.